പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽത്താഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴയിട്ടു. മറ്റു ചാർജുകൾ എഴുതരാം. കമാൺ. എന്തൊരു കുരിശാടാ ഇത്? എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ച് പറ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ അൽത്താഫ് തപ്പി. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അല്ല, ഇതിനെ പൊല്യൂഷൻ ഇല്ലല്ലോ, ഞങ്ങൾ എടുത്തോളാം. അല്ല, അങ്ങനെ പറഞ്ഞാ പറ്റുമോ? സാർ ഇതിനെ അടിക്ക്, വണ്ടിക്ക് അടിക്ക്. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. ആവശ്യമില്ലാതെ ഷൈൻ ചെയ്ത് കേട്ടോ. പൊല്യൂഷൻ എടുത്ത് കാണിച്ചാലേ നിങ്ങൾക്ക് ഫൈൻ ഒഴിവാകും. നമുക്കുള്ള കാര്യമല്ല പറയാൻ, ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അടിച്ച കോള് തിരിച്ചടിക്കുകയാണല്ലോ ദൈവമേ. ഈ വണ്ടി അല്ല, അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ? അപ്പൊ പൊല്യൂഷൻ ഇല്ലാതെ ഓടുന്നത്. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. എന്റെ ഞാൻ വേറൊന്നുമല്ല പറയുന്നത്. സാർ അവിടെ തൊട്ട് ഇവിടെ വരെ അടിച്ചോണ്ട് വരുന്നു, എല്ലാവർക്കും അടിക്കുന്നുണ്ട്. അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അല്ല, ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും ഇത് ഒരുപോലെ ബാധകമാകണമല്ലോ. അല്ല, എന്നാ ഉദ്ദേശം? അപ്പൊ നിങ്ങൾ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. നിങ്ങൾ 1-2 5000 രൂപ വിനയാൻ അടിച്ചത്. 5000 രൂപ. A few moments later. ഓക്കെ, താങ്ക് യു. സന്തോഷമായല്ലോ. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പടച്ചോനെ, കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി, എടുക്കുമ്പോ തനിയാ മാറിക്കോളും. ഇയാളെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ആ സാറന്മാർ ആ ഭൂമി പിളർന്ന് ആ വാഹനത്തോടു കൂടി താഴേക്ക് പോയാൽ മതി എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളായിരിക്കണം അത്. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. മല്ലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.